ഈ പാപങ്ങൾ പുറത്ത് കിട്ടിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? ഒരു വലിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണല്ലോ ഈ പെടാപ്പാട് പെടുമ്പോഴൊക്കെ റബ്ബ് ഓഫർ ചെയ്തത് പാപം പുറത്തു തരാം എന്ന് പറയണത്. എന്തുകൊണ്ടാണ്? പാപം പുറത്തിട്ടില്ല എങ്കിൽ അതിനപ്പുറത്തുള്ള അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ടാണ്. എങ്കിൽ ഏതാണ് അവസ്ഥ? ആ അവസ്ഥയുടെ പേരാണ് നരകമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അറിഞ്ഞും അറിയാതെയുമായി കൊണ്ട് വന്നിട്ടുള്ളതായ പാപങ്ങൾ അത് കഴുകിക്കളയാതെയാണ് നമ്മളുടെ പോക്കെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നരകമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതുകൊണ്ടാണ് പറഞ്ഞത്, റമദാൻ വീണ് കിട്ടിയിട്ടും മൻ അദറക റമദാന ഫലയുഗ്ഫറു ലഹു, അവനിക്ക് പുറത്തു കൊടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അബ്അദഹുല്ലാഹ്, അള്ളാഹു ആ മനുഷ്യനെ അവൻ്റെ കരുണയിൽ നിന്നും അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് വലിയൊരു ദുരന്തമായിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞു, റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈത, റബ്ബേ നീ ആരെയെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നീ അവനെ നിന്ദിച്ചു കളഞ്ഞു അല്ലാ. നോക്കൂ നിങ്ങൾ, നരകത്തിലേക്കൊരു മനുഷ്യൻ നാളെ പോവുകയാണെങ്കിൽ അവൻ അങ്ങേയറ്റം നിന്ദ്യവാനായിരിക്കും. പിന്നെ നിന്ദ്യതയുടെ ആഭരണം അവന് മൂടിക്കൊണ്ടിരിക്കുമെന്നാണ്. എവിടെയെങ്കിലും നിന്ദിക്കപ്പെടുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ നിന്ദിക്കപ്പെടുന്നത് ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ? ഏറ്റവും വലിയ നിന്ദ്യത എന്താണെന്നറിയോ? അത് ഇഹലോകത്തിലെ നിന്ദ്യതയല്ല. നാളെ പരലോകത്ത് രക്ഷപ്പെട്ടവരുടെയും നഷ്ടപ്പെട്ടവരുടെയും ലിസ്റ്റ് വായിക്കുമ്പോൾ നമ്മുടെ പേരെങ്ങാനും നഊദു ബില്ലാഹ് നരകത്തിൻ്റെ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ നിന്ദ്യനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തൊക്കെ റിസ്ക് എടുത്താലും നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടേ പറ്റൂ എന്നാണ്. നരകത്തിന് രക്ഷപ്പെടണമെന്ന് ഇപ്പം നമ്മളോട് ചോദിക്കണേ, നമ്മൾ മറുപടി എന്താ ഉണ്ടാകുക? പിന്നെ അല്ലാതെ എന്നാണ്, അല്ലേ? നരകത്തിന് രക്ഷപ്പെടണ്ടേ എന്ന് പറഞ്ഞ ഒരു വിശ്വാസി എല്ലാവരും പറയും ഒരുപോലെ, ഞങ്ങൾക്ക് നരകത്തിന് രക്ഷപ്പെടണമെന്ന്. പക്ഷെ വിശ്വാസികളെ കൂട്ടത്തിൽ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ സുഹൃത്തുക്കളെ, മഹാസിംഹഭാഗം വരുന്ന നല്ലൊരു ടീമിൻ്റെയും നിലവിലെ ചെയ്തി, റമദാൻ മാസത്തിലേതല്ല, നിലവിലെ ചെയ്തി ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നരകത്തെക്കുറിച്ച്, നരകം എന്നുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും സ്വർഗം എന്നുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും നരകമാകട്ടെ സ്വർഗമാകട്ടെ മരണത്തോടു കൂടെ ആ യാതനകൾ അല്ലെങ്കിൽ ആ സുഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന നഗ്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ടും പലപ്പോഴും ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നരകം എരന്നു വാങ്ങുന്ന ഒരുപാട് ചെയ്തികൾ ചെറുതും വലുതുമായി പലതും കൊണ്ടു നടക്കുന്നു എന്നുള്ളതല്ലേ സത്യം? നരകമുണ്ട് എന്നുറപ്പുള്ള എത്ര വലിയ പാപങ്ങളാണ് ഒരു കൂസലുമില്ലാതെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന കാര്യത്തിൻ്റെ റിസൾട്ട് നരകമാണെന്ന് ഹദീസുകളിലൂടെ ഒരുപാട് തവണ പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറുകളിലൂടെ നമ്മൾ കേട്ടു, ഖുതുബകളിലൂടെ കേട്ടു, ക്ലാസ്സുകളിലൂടെ കേട്ടു, പല വോയിസുകളിലൂടെ നമ്മൾ കേട്ടു, യൂട്യൂബ് ക്ലാസ്സുകളിലൂടെ ഒക്കെ നമ്മൾ കേൾക്കുകയാണ്. കേൾക്കാത്ത പ്രശ്നമൊന്നുമില്ല, അറിയാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീണ്ടും വീണ്ടും സഹോദര, തിന്മകൾ ഇപ്പോഴും ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ പ്രശ്നം എന്നറിയോ? നരകമുണ്ട് എന്ന് നമ്മളോട് പഠിച്ചു, അത് ശരിയാണെന്ന് പറഞ്ഞു. പക്ഷെ പലപ്പോഴും നരകത്തെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ശരിക്ക് ഇറങ്ങേണ്ട പോലെ നമ്മുടെ മനസ്സിൽ ഇറങ്ങാത്തതാണ് പ്രശ്നം. നരകത്തെക്കുറിച്ച് ആരാ പറഞ്ഞു തരേണ്ടത് സഹോദര? നരകത്തെക്കുറിച്ച് ആരാ പറഞ്ഞു തരേണ്ടത്? ഒന്ന്, നരകത്തെ സംവിധാനിച്ച റബ്ബ് പറഞ്ഞു തരണം എന്താണ് നരകം, അല്ലേ? പിന്നെ ആര് പറഞ്ഞു തരണം? നരകത്തെ കണ്ടവർ പറഞ്ഞു തരണം. ആരാ മനുഷ്യരുടെ കൂട്ടത്തിൽ നരകത്തെ കണ്ടത്? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരണം നമുക്ക്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ നരകത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ ശരിക്ക് കേട്ടൊരാൾക്കും സഹോദര ബോധപൂർവ്വം ഒരു തിന്മ ചെയ്യാൻ കഴിയില്ല. ഇനി ഇൻ കേസ് എങ്ങാനും കാലിടറി തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും അവൻ അതിനെ എങ്ങനെയെങ്കിലും തൗബ ചെയ്യിപ്പിക്കാനും പൊറുക്കലിനെ ചോദിക്കാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഇഷ്ടംപോലെ നന്മകൾ അതിനെ പോക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കും. നരകത്തെ ഉൾക്കൊണ്ടൊരു മനുഷ്യർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ നരകത്തെക്കുറിച്ച് പറഞ്ഞത്? റഹ്മാനായ റബ്ബ് ആ ഒരു നരകം ഉണ്ടാക്കി വെച്ചിട്ട് പറയാ, നരകത്തെ സൃഷ്ടിച്ചിട്ട് ജിബ്രീലിനെ വിളിച്ചിട്ട് പോയി കാണാൻ വേണ്ടി പറഞ്ഞു. ജിബ്രീലെ, അതാ നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പോയി നോക്കുക എന്നാണ്. നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ട് പോകുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി കണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, പടച്ചോനെ, ഈ നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കുട്ടിയും നാളെ പരലോകത്തെ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നണില്ല എന്നാണ്. കാരണം നരകത്തിലേക്ക് എത്തിക്കുന്ന വാതായനങ്ങൾ അത്രയും കൂടുതലാണെന്ന. പിന്നെ ദേഹേച്ഛകളെ കൊണ്ടാണ് നരകം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയാണ്. അല്ലാഹ് പറയാണ് നരകത്തെ സൃഷ്ടിച്ചിട്ട്, ഇന്നഹ സാഅത് മുസ്തഖറൻ വ മുഖാമ,
റബ്ബ് പറയാ, കൂട്ടരെ, ആ നരകം എന്നുള്ളത് ഏറ്റവും മോശമായ സങ്കേതമാണ്. മോശമായ സങ്കേതമാണ് അല്ലേ? മോശമുള്ള സ്ഥലത്ത് നമ്മൾ പോയിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വസ്ഥമായി ഇരിക്കാനുള്ള കാരണം എന്താ? ഏറ്റവും നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല വൃത്തിയുള്ള, എയർ കണ്ടീഷനിങ്ങുള്ള, സ്വസ്ഥം സമാധാനമായിക്കൊണ്ട് ഇരിക്കാനൊരു ഇടം കിട്ടിയത് കൊണ്ടാണ് ഈ സ്വസ്ഥത നമുക്കുള്ളത്. നേരെ മറിച്ച് AC ഇല്ലെങ്കിലോ, ഈ റൂഫില്ലെങ്കിലോ, നമ്മൾ ആ മലപ്പുറം ടൗണിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴുള്ള അതേ പൊരിച്ചിലാണ് ഇവിടെ ഉള്ളതെങ്കിലോ നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കോ? ഇത് പറയാൻ നമുക്ക് കഴിയോ? കേൾക്കാൻ നമുക്ക് കഴിയോ? എന്തേ അസ്വസ്ഥതകളാണ്. നമ്മൾ എവിടെ പോയി ഇരിക്കുന്നതും ഒരു അസ്വസ്ഥതയുള്ളൊരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാറില്ല. നമ്മൾ 5 സെൻറ്റ് ഭൂമി വാങ്ങുകയാണ്, ഒരു സുപ്രഭാതത്തിൽ പോയി വാങ്ങുമോ? ഇല്ല, നമ്മൾ അന്വേഷിക്കും അല്ലേ? സ്വസ്ഥത ഉണ്ടാകോ? സമാധാനം ഉണ്ടാകോ? അയൽവക്കൊക്കെ എങ്ങനെയാണ്? വെള്ളമുണ്ടോ? വെളിച്ചുണ്ടോ? എല്ലാം ഉണ്ടോ അല്ലേ? നമുക്ക് കംഫേർട്ട് തോന്നുമ്പോഴേ നമ്മൾ ജീവിക്കാൻ ആ സ്ഥലം, ഒരു 5 സെൻറ്റ് ഭൂമി പോലും നമ്മൾ വാങ്ങുള്ളൂ. ട്രെയിനിൽ കയറുമ്പോൾ പോലും നമ്മൾ സ്വസ്ഥതയാണ് അന്വേഷിക്കുന്നത്. എന്തേ? ഡിസ്കംഫേർട്ട് എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നേയില്ല. സഹോദര, റഹ്മാനായ റബ്ബ് പറയാണ്, എങ്കിൽ നിത്യലോകത്തിൻ്റെ നിത്യമായി പോയി കടക്കേണ്ട ഇടമായ ആ നരകണ്ടല്ലോ, മുസ്തഖറമ മുഖാമ, ഏറ്റവും മോശമായ സങ്കേതമാണ് എന്ന. അവിടെ ഒരു മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല. അവിടെ ഒരു മനുഷ്യർക്ക് സ്വസ്ഥതമായൊരു സെക്കൻഡ് പോലും ചെലവഴിക്കാൻ കഴിയുകയില്ല എന്ന് റഹ്മാനായ റബ്ബാണ് പറയുന്നത്. നരകത്തെ ഉണ്ടാക്കിയ റബ്ബാണ് പറയുന്നത്. ശരി, നരകത്തെ കണ്ടുവന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, അത് അല്ലാഹു ആണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, കൂട്ടരെ, നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ ചിരി ഓട്ടോമാറ്റിക്കലി അത് കുറയുമായിരുന്നു. നിങ്ങൾക്ക് ധാരാളമായി കൊണ്ട് കരയേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ചിരിക്കാൻ കഴിയില്ല എന്നാണ് അതിന് ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ. എന്താ റസൂലേ താങ്കൾ കണ്ടത്? അള്ളാന്റെ റസൂലേ താങ്കൾ കണ്ടതെന്താ? അള്ളാന്റെ റസൂലിന്റെ മറുപടി എന്താണെന്നറിയോ? റഅയ്തുൽ ജന്നത വന്നാർ, സ്വർഗവും നരകവും അതാ കണ്ടിട്ടാ ഞാൻ വരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായി 2 സ്റ്റെപ്പ് പിറകോട്ട് വെച്ചു എന്നാണ്. പ്രവാചകൻ ഇങ്ങനെ നെറ്റി തടത്തുനിന്ന് ഇങ്ങോട്ട് തട്ടിന്നാണ്. അതെന്തേ പ്രവാചകരെ അങ്ങനെ ഒരു ആക്ഷൻ? ഇപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നരകം എനിക്കിനെ അടുപ്പിക്കപ്പെട്ടു എന്നാണ്. അതിൻ്റെ ആ ഒരു ചൂട് എൻ്റെ നെറ്റിത്തടത്തിൽ കൊണ്ടു എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒന്ന് മുന്നിലേക്ക് കയറി നിന്നു. എന്തേ? എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു എന്നാണ്. അത് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ 2 കാല് ഫ്രണ്ടിലേക്ക് വെച്ചു എന്നാണ്. നരകം കണ്ടുവരപ്പെട്ടു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ യാതനകളും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നരകത്തൊരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ ശിക്ഷാമുറകൾ കാണിക്കുമ്പോൾ മൂക്കിൽ വിരൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് ചോദിക്കൊണ്ട്, ജിബ്രീലേ, ആർക്കാണ് ഈ ശിക്ഷ? ആർക്കാണ് ഈ ശിക്ഷ? എത്ര ശിക്ഷാമുറകളാണെന്നറിയോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശിക്ഷാമുറകളൊക്കെ കണ്ടു വന്നിട്ടാണ് ഈ വർത്താനം പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാൻ കഴിയണം. പലപ്പോഴും നമുക്കൊക്കെ ന്യായീകരണം എന്താണെന്നറിയോ? പലപ്പോഴും നമ്മളൊക്കെ ന്യായീകരണം പറഞ്ഞ് ഒപ്പിക്കൽ എന്താണെന്നറിയോ? തെറ്റാണെന്ന് ബോധ്യം ഉണ്ടായിട്ട് നമ്മൾ പറയും, അങ്ങനെയൊക്കെ നോക്കിയാൽ ഇപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റുക അല്ലേ? ഈ തിന്മൊക്കെ ചെയ്യാത്തൊരു പാര ഭൂമി ലോകത്തുള്ളത് നമ്മൾ പറയുന്ന ന്യായീകരണങ്ങളാണ് അല്ലേ? എന്തായാലും ഇപ്പോൾ നരകത്തെ പോലെ തൗഹീദ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് നരകത്തിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് പറയുക. കുറച്ച് കാലം കഴിഞ്ഞാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് പറയുക. സുഹൃത്തുക്കളെ, ഈ ഇപ്പോൾ വളരെ എല്ലാ നിലക്കും സേഫായൊരു സ്ഥലം ഉണ്ടെന്ന് കൂട്ടുക. ഇതിനപ്പുറത്ത് ഇതേ വീതിയും വലുപ്പമുള്ളൊരു ഹാള് നമ്മൾ വേറെ ഉണ്ടാക്കിയെന്ന് കൂട്ടുക. അതിലുള്ളത് ഫുള്ള് തീ നിറച്ചിക്കാന്ന് കൂട്ടുക. വെറുതെ ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്താക്കണം? അവിടെ പോയി 2 മിനിറ്റ് നിങ്ങൾ നിൽക്കണം. തീൻ്റെ പൊടിക്കാറ്റും അതേപോലെ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സഹിച്ചിട്ട് ദേഹമൊക്കെ ഒന്ന് വെന്തുരുകിയിട്ട് ഈ AC ഉള്ള ഏരിയയ്ക്ക് കിടക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഞങ്ങൾ വേറെ പള്ളി നോക്കി കൊള്ളറിയില്ലേ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരാളിപ്പോൾ എന്നോട് പറയാമെന്ന് കൂട്ടുക, ഒരു താഴ്വര നിറച്ച് സ്വർണവും പണവും നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതികതയുടെ സാമ്രാജ്യക്കെട്ടുകൾ മുഴുവനും ഒരു ഏരിയയിൽ കുന്നുകൂട്ടിക്കുക. പക്ഷെ ഒറ്റ കണ്ടീഷനെ പറഞ്ഞുള്ളൂ, ഒറ്റ കണ്ടീഷൻ. നിന്നെ ഞാനൊരു ഗ്യാസ് ചാമ്പറിലേക്ക് ഒന്നിടും അല്ലേ? 2 ഭാഗവും അടപ്പുള്ള ഒരു ഗ്യാസ് ചാമ്പറിലേക്ക് ഞാനൊന്ന് നിന്നെ കയറ്റിവിടും. എന്നിട്ട് അതിൽ നിന്നും നീ എന്നെ മുക്കിയെടുത്ത് ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചിട്ട് ഞാൻ നിനക്ക് വീണ്ടൊരു ജീവിതം നൽകിയിട്ട് ഇതിലേക്ക് തരാമെന്ന് പറഞ്ഞാലോ? പക്ഷെ എൻ്റെ പണിയൊക്കെ ഇടങ്ങായി അറിയില്ല നമ്മൾ അല്ലേ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും സുഹൃത്തുക്കളെ? ആർക്ക് വേണം നിൻ്റെ മുതൽ നമ്മൾ ചോദിക്കുക. എന്തേ കാരണം? കുറച്ച് സഹിച്ചോളി. അപ്പം ആരെങ്കിലും പറയോ കുറച്ചൊക്കെ ഇടങ്ങറായി കഴിഞ്ഞാൽ വലിയൊരു സാധനം കിട്ടുമല്ലോ ആരെങ്കിലും പറയോ? ബുദ്ധിയുള്ളവൻ പറയോ? ബുദ്ധിയുള്ളവൻ പറയുമോ? സഹോദര, കേവലം പിശാച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതന്ന ചില ചൊപ്പിടി വിദ്യകൾ മാത്രമാണിത്. താൽക്കാലിക ആശ്വാസങ്ങൾ നൽകുന്ന വാചക കസർച്ചുകൾ മാത്രമാണത്. അതിനെതിരെ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഒരു വിശ്വാസിയുടെ മനസ്സേ അതിനനുസരിച്ച് കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. റഹ്മാനായ റബ്ബ് അതിനുള്ള മനസ്സ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരങ്ങളെ, നരകത്തെക്കുറിച്ച് നമ്മൾ കേൾക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? ഒന്നും വേണ്ട, ഞാൻ എൻ്റെ സംസാരം ഈ ഒരു പോയിന്റ് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കാം. എന്താ പറയുക, ഇപ്പം നമ്മളിങ്ങനെ ഹത്തം തീർത്തപ്പോൾ ഹത്തം ഇങ്ങനെ തീർന്നിങ്ങനെ പോണ സമയത്ത് നമ്മളിങ്ങനെ നരകത്തെക്കുറിച്ച് പല ആയത്തിലൂടെ പോയിട്ടുണ്ട്. എത്ര കണ്ട ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്നും വേണ്ട, നരകത്തിന് ശിക്ഷകളെക്കുറിച്ചൊന്നും വേണമെന്നില്ല. നരകത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട ചില പേരുകളുണ്ട്, പേരുകൾ. നരകത്തെക്കുറിച്ച് വെറും ഞാറെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഒരു പക്ഷേ നരകത്ത് പറയുമ്പോൾ ഒരു ഞാറെന്ന് മാത്രമേ പലപ്പോഴും നമുക്ക് കേൾക്കുള്ളൂ. വഖിന അദാബന്നാർ അല്ലേ? പക്ഷെ അത് മാത്രമല്ല, ഖുർആൻ ഒരുപാട് പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ പേരുകൾ എങ്ങനെ കിട്ടിയെന്നറിയോ നിങ്ങൾ? ആ പേരുകൾ എങ്ങനെ കിട്ടിയെന്നറിയോ? നരകത്തിൻ്റെ ഓരോ വിശേഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് റഹ്മാനായ റബ്ബ് ഓരോ ഇടങ്ങളിലും ഓരോ പേര് നൽകിയത്. റഹ്മാനായ റബ്ബ് പറഞ്ഞു ജഹീം. ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ ജഹീം എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ജഹീം എന്ന് പറഞ്ഞാൽ അറിയോ? ആ നരകത്തിൻ്റെ ആളിക്കത്തലിനെ പരിഗണിച്ചിട്ടാണ്. ആളിക്കത്തുന്ന നരകം എന്നാ പറയാം. ആളിക്കത്ത, കെടുത്താൻ കഴിയാത്തത്രയും ശക്തമായ ആളിക്കത്തൽ. എത്ര വലിയ ഒരു തീയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ നമ്മൾ അമേരിക്കയിലെ തീ കണ്ടില്ലേ നമ്മൾ അല്ലേ? ഏറ്റവും വലിയ ഹൈടെക് സംവിധാനങ്ങളുള്ള ആളുകൾക്ക് മുമ്പിലാണ് തീ ഇങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കുന്നത്. ദിവസങ്ങളോളം നിന്ന് കത്തി ആളിക്കത്തുകയായിരുന്നു. എന്തൊരു ഭീകരതയാണ്! അതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ സഹോദരൻ നമ്മൾ കണ്ടില്ലേ? എത്ര ഭീകരമാണ്! എല്ലാ ടെക്നോളജികൾക്ക് നടുവിൽ ജീവിച്ചിട്ടും അമേരിക്കയിലെ തമ്പ്രാക്കന്മാർ കണിഞ്ഞ് പരിശ്രമിച്ചിട്ടും കഴിഞ്ഞില്ലല്ലോ ഒന്നണക്കാൻ. നരകത്തിലെ തീയും അണക്കാൻ കഴിയുന്നതല്ല. അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. തൊലിയിലേക്കും ശരീരത്തിലേക്കും അവയവങ്ങളിലേക്കും വസ്ത്രത്തിലേക്കുമൊക്കെ ആളിക്കത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. ജഹീം എന്നാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. ജഹന്നം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സംഭവം? അതിൻ്റെ ആഴത്തെ പരിഗണിച്ചിട്ടാണ്. അങ്ങേയറ്റത്തെ ആഴമുള്ളതാണ് നരകമെന്ന, അങ്ങേയറ്റത്തെ ആഴമുള്ളതാണ്. എത്രത്തോളമാണ്? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. ചോദിച്ചു, ഇപ്പോൾ കേട്ട ശബ്ദം എന്താണ് നിങ്ങൾക്കറിയുമോ? ഇല്ല റസൂലേ, ഒരിക്കലുമില്ല. 70 വർഷം മുൻപേ, സഹോദര നല്ലോണം ആലോചിക്കണം, 70 വർഷം മുൻപ് നരകത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കിട്ടൊരു കല്ല് അതിൻ്റെ താഴെ തട്ടിൽ ആപതിച്ച സൗണ്ടാണ് നിങ്ങൾ കേട്ടത് എന്ന. ഒരുപക്ഷെ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കല്ല് അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നും താഴേക്കൊരു കല്ലിട്ടാൽ 2 സെക്കൻഡ് ആകുമ്പോഴേക്കും താഴെ വീണില്ലേ? ഇത് മുഴുവനും തീയാണെന്ന് കൂട്ടാൻ നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിങ്ങളെ. അതാണ് സഹോദര നരകം. അത്രമേൽ ആഴമുണ്ട് എന്നറിയിക്കുന്ന ജഹന്നമാണ് നരകം. പിന്നെയും പറഞ്ഞു ലളാ ലളാ കല്ലാ ഇന്നഹാ ലളാ നസാഅതൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ല. റബ്ബ് പറയാ, അല്ല, കത്തിച്ചൊലിക്കുന്ന ഇതാണ് നരകമെന്ന, കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുമെന്ന. നസാഅതൻ ലിശ്ശവാ, തലയോട്ടിയെപ്പോലും അത് കരിച്ചു കളയുമെന്ന. എന്തേ റബ്ബ് തലയോട്ടിനെ കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം? ഒരു ശരീരത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും പ്രൊട്ടക്റ്റഡായ പിന്നെ ഒരു എല്ല് അള്ളാഹു നൽകിയിട്ടുള്ളത് തലയോട്ടിക്കാണ് അല്ലേ? അതിനെപ്പോലും നിമിഷ നേരങ്ങളെ കൊണ്ട് കരിച്ചു കളയുന്ന ജ്വാലകളുള്ളതാണ് നരകമെന്ന. വീണ്ടും റഹ്മാനായ റബ്ബ് പറഞ്ഞു സഈർ അല്ലേ? ആ കത്തിജ്വലിക്കുന്നതിൻ്റെ ഭീകരതയെക്കുറിച്ചാണ് സഈർ എന്ന് പറയുന്നത്. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. പിശാച് അവൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റുകൾ ചെയ്യാനും കേൾക്കാനും പറയാനും അനുഭവിക്കാനും ആസ്വദിക്കാനുള്ള അവസരങ്ങൾ നൽകുന്നത് ഈ സഈർ എന്ന് പറയുന്ന നരകത്തിൽ പോയി കടക്കാനാണെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് സഈർ എന്ന ഭീകരതയെക്കുറിച്ചാണ് പറയുന്നത്. സക്കർ എന്ന് പറഞ്ഞു, ഒമാ അദ്റാക മാ സക്കർ അല്ലേ? മാ സലക്കക്കും ഫീ സക്കർ. സക്കർ എന്ന് പറയുന്ന തട്ടിലേക്ക്, നരകത്തിലേക്ക് നിങ്ങളെ പ്രവേശിക്കാനുള്ള കാരണം എന്താ? സക്കർ എന്ന് പറഞ്ഞാൽ, സക്കറിനെ കുറിച്ച് പറഞ്ഞു, ചൂടിൻ്റെ കാഠിന്യം, അങ്ങേയറ്റം കഠിനമായ ചൂടുള്ളതാണ് അത്ര നരകമെന്ന. എത്രയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നമ്മളിന്ന് അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, നമ്മളിന്ന് അനുഭവിക്കുന്ന ചൂട് അതിൻ്റെ 69 ഇരട്ടി 79 ഇരട്ടി ഇനിയും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അത്രത്തോളം ഉണ്ടാവും അത്ര നരകത്തിൻ്റെ ചൂടെന്ന. ഇത് തന്നെ നമുക്ക് താങ്ങാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒരു വാഹനം, നമ്മളൊരു കാർ നമ്മൾ ഒരു വെയിലത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴുള്ള അസ്വസ്ഥത എത്രയാണ് അല്ലേ? സ്റ്റെയറിംഗ് ഒന്ന് പിടിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ആ ചെരുപ്പൊന്ന് ഊരി വെച്ചിട്ട് ആ പതച്ച് പൊന്തിയ ആ ടാറിൽ നമുക്ക് കാല് വെക്കാൻ കഴിയുമോ? ദുനിയാവിലെ മാൻമെയ്ഡായ ടാറാണത്, നമ്മൾ ഉണ്ടാക്കിയ ടാറ്. അതിൽ പോലും കാൽ വെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നരകത്തിലെ വസ്ത്രം ടാറാണ്. ചിന്തിച്ചോ, നമ്മൾ നരകത്തിലെ വസ്ത്രം ടാറ് കൊണ്ടുള്ളതാണ്. നഊദു ബില്ലാഹ്. ഇവിടുത്തെ ചൂടിൻ്റെ 70 ഇരട്ടി വേണ്ടി വരും നരകത്തിലെ ചൂടെന്നാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ബോക്സ് ഇങ്ങനെ പിന്നെ അയൺ ചെയ്യുന്ന സമയത്ത്, ഇസ്തിരി ചെയ്യുന്ന സമയത്ത് നമ്മുടെ അയൺ ബോക്സിന് കൈ തട്ടിയപ്പോൾ നമ്മൾ വലിച്ചു. എന്തിനാ നീ വേഗത്തിൽ വലിച്ചേ? നിനക്ക് 2 മിനിറ്റ് അവിടെ വെക്കാമായിരുന്നില്ലേ? കെടിയില്ല. കെടിയാത്തത് കൊണ്ടാണ്. സൈലൻസറിന് കാലം തട്ടിയപ്പോൾ നമ്മൾ നിമിഷ നേരങ്ങളെ കൊണ്ട് വലിച്ചത്? നിമിഷ നേരങ്ങളെ കൊണ്ട് വലിക്കാനുള്ള കാരണം എന്തേ? ആ സെക്കൻഡ്, മില്ലി സെക്കൻഡ് പോലും ആ ചൂടിനെ ഒന്ന് തൊടാൻ പോലും നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം അല്ലേ?
സുഹൃത്തുക്കളെ, അതിൻ്റെ 70 ഇരട്ടി ചൂടുണ്ടാകും എത്ര നരകമെന്നാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ചൂടിൻ്റെ കാഠിന്യമുള്ളതാണ് സഖർ എന്ന് പറയുന്ന നരകം. വീണ്ടും റഹ്മാനായ റബ്ബ് നരകത്തെക്കുറിച്ച് പറയുക, അൽ ഹുതമ. എന്താ ഹുതമ എന്ന് പറഞ്ഞാൽ? പൊടി പൊടിച്ച് കളയുന്നത് എന്നാണ്. നരകത്തിലേക്ക് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതിനെ ഒന്നുമില്ലാതാക്കി പൊടിച്ചു കളയുന്നതാണ് നരകം. അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചാണ് ഹുതമ എന്ന് പറഞ്ഞു. വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ. അല്ലേ, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പടർന്നു കൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. വീണ്ടും പറഞ്ഞു ഹാവിയ. ഹാവിയ എന്താ? ആണ്ടു പോകുന്ന താവളമാണ് എന്നാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്കാണ് പോകുന്നത് പോലെ നമുക്കറിയില്ല എന്നാണ്. ആഴങ്ങളിലേക്ക് ആപതിക്കുന്ന താവളമാണ് നരകമെന്ന് റഹ്മാനായ റബ്ബ് പറയാൻ വേണ്ടി ഉപയോഗിച്ചത് ഹാവിയ എന്നാണ്. പിന്നെ പറഞ്ഞു ലവ്വാഹ. ലവ്വാഹ എന്ന് പറഞ്ഞ് കരിച്ചു കളയുമെന്നാണ്. എന്തിനിട്ട് കഴിഞ്ഞാലും നിഷ്പ്രയാസം കൊണ്ട് അത് കരിച്ചു കളയപ്പെടുമെന്നാണ്. ഇത് നരകത്തിൻ്റെ പേരുകളിൽ അന്തർലീനമായിട്ടുള്ള ആശയങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പറഞ്ഞ പേരുകൾ പോലും ഭീകരമാണ്. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടിത്തുറന്നു പറഞ്ഞു നരകത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, കൊണ്ടുവരുന്ന രംഗത്തെക്കുറിച്ച് പറയുക. നാളെ പരലോകത്ത് സ്വർഗവും നരകവും കൊണ്ടുവരപ്പെടുമെന്നാണ്. ആ നരകത്തെ കൊണ്ടുവരാൻ സുഹൃത്തുക്കളെ 70,000 കൊളുത്തുകളുള്ള, ശരിക്കും നമ്മൾ ഇമാജിൻ ചെയ്യണം, എന്താ 70,000 കൊളുത്തുകളുള്ള ചങ്ങല വേണ്ടി വരും അത്രേ ആ നരകത്തെ കൊണ്ടുവരാൻ. അപ്പോൾ 70,000 കൊളുത്തുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കൊളുത്ത് ഇങ്ങനെ ആലോചിക്കണ്ട. ഒരു കൊളുത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയും, ഒരു കൊളുത്തിൽ തന്നെ 70,000 മലക്കുകൾ പിടിച്ചിരിക്കും അതിനെ പിടിച്ചുകൊണ്ട് വലിക്കാൻ വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ ഒരു കൊളുത്തിൻ്റെ വലിപ്പം എത്ര? 70,000 മലക്കുകൾക്ക് പിടിക്കാൻ മാത്രം വലിപ്പമുള്ളതാണത്രേ ഒരു കൊളുത്തെങ്കിൽ. അങ്ങനത്തെ 70,000 കൊളുത്തുകളുള്ള നരകമെന്നാണ്. ഒരു മലക്കിൻ്റെ വലിപ്പം പോലും നമ്മൾ ശരിക്ക് കണ്ടിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കിൻ്റെ നേതാവ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അതിൻ്റെ ശരിക്കുള്ള സൃഷ്ടിപ്പിൽ കണ്ടു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയപ്പോഴേക്കും ചക്രവാളം മുഴുക്കെ, ആകാശമുട്ടുക്കെ അദ്ദേഹം പിന്നെ ജിബ്രീലിനെ കണ്ടു എന്നാണ്. ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയാതെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധരഹിതനായി താഴെ വീണു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എത്രയാണ് വലിപ്പം! എത്ര ഭീമാകാരന്മാരാണ് മലക്കുകൾ! സഹോദരങ്ങളെ, അങ്ങനത്തെ ഒന്നല്ല രണ്ടല്ല, 70,000 മലക്കുകൾക്ക് പിടിക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു കൊളുത്ത്. മൊത്തം നോക്കുമ്പോൾ 490 കോടി മലക്കുകൾ വേണ്ടി വരും അത്രേ നരകത്തെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചങ്ങല പോലും താങ്ങാനെന്നാണ്. അപ്പോൾ ആ നരകത്തിൻ്റെ വലിപ്പം എത്രയാണ്? നരകാവകാശികൾ വിദൂര ദിക്കിൽ നിന്ന് കാണുമ്പോഴേക്കും നരകം ക്രോധബാധത്താൽ ആർച്ചിരുമ്പിക്കൊണ്ടിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറയാ. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദ്, അതിവിദൂരത്തിൽ നിന്ന് നിങ്ങൾ ആ നരകത്തെ കാണുമ്പോൾ സമിഉ ലഹാ തഗയ്യുലൻ വസഫീറാ, അതിൻ്റെ ക്രോധബാധത്താലുള്ള അതിൻ്റെ എരമ്പൽ നിനക്ക് കേട്ടുകൊണ്ടിരിക്കാമെന്ന. അല്ലേ, നമ്മൾ ഈ തൃശ്ശൂരിൽ നമ്മൾ ആതിരപ്പള്ളി വാഴച്ചാലുണ്ടല്ലോ, അപ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് ശക്തമായി വെള്ളം വരുന്ന സമയത്ത് അതിലേക്ക് അടുക്കുന്ന 1-2 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും നമുക്ക്. അല്ലേ, അതിൻ്റെ വളരെ പവർഫുള്ളായ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ നിന്ന് ഒരാൾക്ക് ശരിക്കും പോയി നിൽക്കാൻ കഴിയില്ല. വെള്ളം കറക്റ്റായിട്ട് ഒഴുകുന്നിടത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവനെ തിരഞ്ഞാൽ കിട്ടൂല. അത്രയും പവർഫുള്ളായിരിക്കും. ജസ്റ്റ് വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് സുഹൃത്തെ നമ്മൾ കേട്ടത്. ഇത് തീയാണ്. ഞാനത് പോയി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ ഈ ആയത്താണ്. അതിൻ്റെ ആ ഒരു വെള്ളം ഒഴുകുന്ന സൗണ്ട് പോലും എത്ര ഭീകരതയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീയാണ്, തീയിൻ്റെ ആർച്ചിരമ്പലാണ്. നരകം ഇങ്ങനെ വിളിച്ചു പറയുമെന്നാണ്. ക്രോധബാധത്താൽ ഇങ്ങനെ നരകാവകാശങ്ങളെ കണ്ടിട്ട് ഇങ്ങോട്ട് വാട എന്ന അർത്ഥത്തിൽ സുഹൃത്തുക്കളെ ആ നരകം ഇങ്ങനെ വിരളി പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂര്യൻ പോലും, ഈ നമ്മുടെ ഭൂമി എത്ര വലുതാണ്, എത്രയോ ഭൂമികൾ കൊണ്ടുവെക്കാൻ കഴിയുന്നതാണ്, അത്രയും വ്യാപ്തിയുള്ളതാണ് ആ ഒരു സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യൻ പോലും നരകത്തിൽ കൊണ്ടുവെക്കപ്പെട്ട് കഴിഞ്ഞാൽ എവിടെയും കാണുന്നില്ല എന്നാണ്. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്ട് തീപ്പൊരി ഉണ്ട്. നരകമാകുമ്പോൾ ഒരു തീപ്പൊരി ഉണ്ടാവില്ല, തീയാകുമ്പോൾ. ആ തീപ്പൊരിനെ കുറിച്ച് റബ്ബ് പറയാം, ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമുള്ള തീപ്പൊരികളെ അത് തുപ്പിക്കൊണ്ടിരിക്കുന്നു. കഅന്നഹു ജിബാലത്തും സുഫർ, എന്താ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുമെന്നാണ്. തീപ്പൊരിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒരു സ്പാർക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, എത്ര ഭയാനകമായിരിക്കും ആ നരകം.
അതിലേക്ക് വീടുന്നൊരു മനുഷ്യനെ കുറിച്ച് അള്ളാഹ് റസൂൽ പറയാ, ചെറിയ തരപ്പോന്ന അളവുന്നാവില്ല അതിലേക്ക് വിടുക. സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഗിലല ജിൽദിൽ കാഫിരി 42 ദിറാഅ. നരകത്തിലേക്ക് വിടുന്ന ആ മനുഷ്യനെ കുറിച്ച് പറയാ, 42 മുഴം കട്ടിയുണ്ടാകും എത്ര അവൻ്റെ തോലിന്. ഇപ്പം നമ്മുടെ തോലിന് എത്ര കട്ടി? നമ്മൾ ഇസ്തിനെ കൊണ്ടപ്പോൾ വലിച്ചല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ തൊലിക്ക് അത്രയും സെൻസിറ്റീവായ സംഗതി ഉള്ളതുകൊണ്ടാണ്. എന്നിട്ടോ ഈ തൊലി മൊത്തം കണ്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന കൂട്ടാ, പിന്നെ നമുക്കൊരു വേദന അറിയില്ല എന്നാണ്. തൊലി മൊത്തം പോയാൽ പിന്നെ വേദന ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഇത്തിരി വളം നമ്മളെ നഖം തട്ടിയാൽ തന്നെ ഈ തൊലി ഇങ്ങോട്ട് പോരും അല്ലേ? നഖം തട്ടിയാൽ തന്നെ ഈ തൊലി എന്താ ഇങ്ങോട്ട് പോരും. ഈ ചെറിയ ഒരു തൊലിൻ്റെ ഒരു ഏരിയ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ നമ്മൾക്ക് വേദന എത്രത്തോളം അസഹ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അതിങ്ങനെ കൂടുമ്പോഴോ, ഇതിൻ്റെ വലിപ്പം കൂടുമ്പോഴോ, കട്ടി കൂടുമ്പോഴോ അത്രയും ശക്തമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന. അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് നരകത്തിലേക്ക് കിടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ തൊലിൻ്റെ കട്ടി കൂട്ടിയത്. അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ്റെ മോണയുടെ വലിപ്പം ഒരു ഉഹുദ് മലയോളം ഉണ്ടാകുമെന്ന. ഇത്രയൊക്കെ വലിപ്പമുള്ള ഒരു മനുഷ്യനിക്ക് പോലും ഇത്ര വലിപ്പമുണ്ട്. അങ്ങനത്തെ കോടിക്കണക്കിന് മനുഷ്യന്മാരെ ഇട്ട് കഴിഞ്ഞാലും നരകം നിറയുകയില്ല എന്നാണ്. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅത് ഫതഖൂലു ഹൽ മിൻ മസീദ് വതഖൂലു ഹൽ മിൻ മസീദ്. ഇങ്ങനെ ഭീമാകാരന്മാരായ മനുഷ്യർ ഇട്ടുമ്പോഴും നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞോ? ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിക്കുമെന്നാണ്. അത്ര വ്യാപ്തിയുള്ളതാണ് സുഹൃത്തുക്കളെ ആ നരകത്തിൻ്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ ചില കാവൽക്കാരുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. 19 മലക്കുകളാണ് നരകം കാക്കുന്ന കാവൽക്കാർ. 19 മലക്കുകൾ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? കരുണ എന്നുള്ളൊരു 3 അക്ഷരം എടുത്തുകൂടെ പോയിട്ടില്ല എന്നാണ്. കരുണ എന്നുള്ള സംഗതി അവർക്കില്ല. റഹ്മാനായ റബ്ബ് പറയാം, അലൈഹാ മലായികത്തും ഗിലാദും ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. എന്താ? അലൈഹാ മലായിക ഗിലാദും ശിദാദ്. എന്താ? നല്ല പരിക്കൻ സ്വഭാവമുള്ള മലക്കുകളെയാണ് അവിടെ ഉള്ളത് എന്ന്. എത്രയാണ് അവർ? 19 പേരാണെന്ന്. അലൈഹ 19. കരുണ എന്നുള്ളത് ഒന്നും ഉണ്ടാവില്ല. എന്തിനാ അങ്ങനെ റബ്ബണ്ടാക്കിയത്? ഈ കണ്ട ശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങുമ്പോൾ സ്വാഭാവികമായി കൊണ്ട് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് അത് നല്ല പ്രയാസം ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും ഒരു മനസ്സ് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന്. അബൂജഹലും ടീമും കളിയാക്കി, 19 പേരുള്ളൂ എങ്കിൽ കുറച്ചാളുകളെ ഞാൻ നോക്കിക്കോളാം, ബാക്കിയുള്ള ടീമിനെ നിങ്ങൾ നോക്കണമെന്ന് പറഞ്ഞിട്ട് ചട്ടം കെട്ടി എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, എത്ര വലിയ മല്ലന്മാർ പോയാലും ഒരു മലക്കിൻ്റെ 7 അയലത്ത് പോലും പോയി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു അവസ്ഥയായിരിക്കും നാളെ നരകത്തിൽ എന്ന. ഇങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാലോ ആ മനുഷ്യനിക്ക് വർധനവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ. ഇന്ന് കിട്ടിയ ശിക്ഷയല്ല നാളെ ഉണ്ടാകുക, അതിനേക്കാൾ കൂടിയിട്ടുണ്ടാവും. നാളെ കിട്ടിയതാകൂല, മറ്റന്നാൾ കിട്ടാനേക്ക് അത് വീണ്ടും കൂടുമെന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്ന. ആ തീ ഇങ്ങനെ അണയുമ്പോഴേക്കും റഹ്മാനായ റബ്ബ് വീണ്ടും ആ തീ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന. കുല്ലമാ ഖബത് സിദ്നാഹും സഈറാ. ആ തീയുടെ അണയുമ്പോഴേക്കും റഹ്മാനായ റബ്ബ് വീണ്ടും ആ സഈറിനെ കത്തിക്കുമെന്ന. വീണ്ടും പറഞ്ഞു റഹ്മാനായ റബ്ബ്, ഇന്ധനവും കല്ലുകളും, അതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരുമായിരിക്കുമെന്നാണ്. റബ്ബ് പറയാ, മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. റഹ്മാനായ റബ്ബ് പറയാ. ഈ ആയത്ത് കേട്ടിട്ടാണ് പിന്നെ കരിങ്കൽ കൂറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നൊരു യുവാവ് ഇസ്ലാം മതം സ്വീകരിച്ചതെന്നാണ് ഈ ആയത്ത് കേട്ടിട്ട്. കാരണം എന്താ? അവനക്കറിയാം, കല്ലുകളോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന അവനക്കറിയാം, എത്ര കത്തിക്കഴിഞ്ഞാലും ആ കല്ലെന്താവില്ല, കല്ല് അത് ഒന്നുമല്ലാതായി തീരുന്നില്ല, അവിടെ തന്നെ ഉണ്ടാവുമെന്ന. ആ കല്ലുകളെയാണ് റബ്ബ് അവിടുത്തെ ഇന്ധനമാക്കുന്നത്, വിറകാക്കുന്നത്. പിന്നെ മനുഷ്യന്മാരെയും അതിൻ്റെ തീക്ഷ്ണത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ. പിന്നെയും റബ്ബ് പറഞ്ഞു, അതിൻ്റെ ശിക്ഷകളൊന്നും ഒരുപോലെയല്ല എന്നാണ്. പദവികൾ വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്വർഗത്തിലേത് ദറജാത്തുകളാണ്, ഉയർന്നു പോകുന്തോറും കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. നരകത്തിലേത് ദറക്കാത്തുകളാണ്, താഴേക്ക് പോകുന്തോറും ശിക്ഷകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന. ഓരോരുത്തരുടെയും ചെയ്തിക്കനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയിൽ വർധനവ് കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന. പ്രധാനപ്പെട്ട ചില ശിക്ഷാമുറകളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, തൊലിയെ വേവിപ്പിക്കലാണ്. തൊലിയെ വേവിപ്പിക്കുക. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, എന്തിനാ? ഈ 40 മുഴമുള്ള തൊലി പോലും നരകത്തിലേക്ക് ഇടുമ്പോഴേക്കും ഉരുകി ഒലിക്കുമെന്നാണ്. ഉരുകി ഒലിക്കുമ്പോഴേക്കും റഹ്മാനായ റബ്ബ് ശിക്ഷ ആസ്വദിപ്പിക്കാൻ വേണ്ടി, തൊലി പോയാൽ പിന്നെ ശിക്ഷ ഉണ്ടാവില്ല, വേദന ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് വീണ്ടും ആ തൊലിയെ കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ്. വീണ്ടും ആ തൊലിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന. പിന്നെ പറഞ്ഞു ഉരുക്കിക്കളയുന്നതാണ് അടുത്തൊരു ശിക്ഷാമുറ. ഉരുക്കിക്കളയുക എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഫല്ലദീന കഫറൂ ഖുത്അത് ലഹും സിയാബും മിൻ നാർ. നരകത്തിൽ നിന്നുള്ള വസ്ത്രം എടുത്തു കൊടുക്കപ്പെടും. യുസബ്ബു മിൻ ഫൗഖി റൂസിൽ ഹമീം. നരകാവകാശിയുടെ തലയിലതാ ഹമീം എന്ന ചൂടേറിയ വെള്ളം കൊണ്ടുപോയി ഒഴിക്കും.
നരമൂർജാവിലേക്ക് ചൂടുള്ള വെള്ളത്തെ റബ്ബ് ഒഴുക്കിക്കൊണ്ടിരിക്കും. എങ്കിലോ യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ ആമാശയവും അല്ലേ ആ കുടൽമാലകളൊക്കെ പൊട്ടിച്ചെതിരി പുറത്തു പോകുമെന്നാണ്. അത്രയേറെ പ്രഹരശേഷി ഉണ്ടാകുമത്രേ റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച ആ ഒരു ശിക്ഷ എന്ന തീനാളം അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസം സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്നാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോഴും വലിയ വലിയ തീനാളങ്ങൾ ഉണ്ടാകും. മുകൾ ഭാഗത്തേക്ക് നോക്കുമ്പോഴും താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോഴും ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും ഏത് ഭാഗത്തേക്ക് നോക്കുമ്പോഴും തീനാളങ്ങൾ അവരെങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറയും. യൗമ യഗ്ഷാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം വയഖൂൽ ദുഖൂ മാ കുൻതും തഅമലൂൻ. എന്താ അവരെങ്ങനെ തീനാളങ്ങൾ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റബ്ബ് പറയുന്നത് ദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചോ ബിമാ കുൻതും തഅമലൂൻ, അതിനനുസരിച്ചുള്ള കയ്യിലിപ്പായിരുന്നില്ലേ നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഏറ്റവും ചെറിയ ശിക്ഷയെക്കുറിച്ച് അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? ഏറ്റവും ചെറിയ ശിക്ഷ, ഇന്ന അഹ്വാന അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമ ജംറത്തുൻ തൂദഉ ഫീ അഖ്മസി ഖൈമൈ യഗ്ലി മിൻഹാ ദിമാഗുഹു. അല്ലാഹു റസൂൽ പറയാ ഏറ്റവും ലോലമായ ശിക്ഷ എന്താണെന്നറിയോ? നരകത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോയി ഇടലല്ല, മറിച്ച് നരകത്തിൽ നിന്നൊരു തീക്കട്ട ഇങ്ങോട്ട് കൊണ്ടുവന്ന് പുറത്തേക്കെടുത്ത് ആ മനുഷ്യൻ്റെ കാലിൻ്റെ പള്ളഭാഗത്ത് വെച്ച് കൊടുക്കുന്നതാണ്. കാലിൻ്റെ പള്ളഭാഗത്ത് വെക്കുമ്പോഴേക്കും യഗ്ലി മിൻഹാ ദിമാഗുഹു, അവൻ്റെ തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. ടാറിലൊന്നും ചവിട്ടിയപ്പോൾ ഒരു ചെറിയൊരു കരിക്കട്ടമ്മ നമ്മളിങ്ങനെ വെച്ചപ്പോഴേക്കും നമ്മൾ എടുത്തു അല്ലേ? എന്തേ? നമുക്ക് അത്രയേറെ പ്രയാസമായതുകൊണ്ടാണ്. ഇത് എടുക്കാൻ പോലും സമയം ഉണ്ടാവില്ല എന്നാണ്. തലച്ചോറ് തിളച്ചു മറിയുമെന്നാണ്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും, സുഹൃത്തെ, ഒരു നരകത്തിൽ നിന്നൊരു ചെരുപ്പ് കൊണ്ടുപോയി അത് ധരിക്കാൻ വേണ്ടി പറയുമെന്നാണ്. നിങ്ങൾ ഇത് വെച്ച് ആലോചിക്കണം. നാളെങ്ങാനും പരലോകത്ത് നമ്മളോട് പറയാണ്, അധികമൊന്നും കിടക്കണ്ടടാ, അധികമൊന്നും വേണ്ട, കുറച്ച് കാലം കിടന്നാൽ മതി, ഒരു ദിവസം വേണ്ട, അര ദിവസം മതി എന്ന് പറഞ്ഞു കൂട്ടിക്കോ. മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, അര ദിവസം കടന്നൊന്ന് കൂട്ടിക്കോ. എത്രയൊക്കെ നരകത്തിൽ അര ദിവസത്തിന് കണക്ക് എത്ര? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, പിന്നെ ഏറ്റവും ചുരുങ്ങിയത് 1000 വർഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അൽഫസന, 1000 വർഷത്തിൻ്റെ, ദുനിയാവിലെ 1000 വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാകും ഒന്ന്. ഒരു ഭാഗത്ത് അങ്ങനെ പറഞ്ഞു. മറ്റടുത്ത് പറഞ്ഞു 50 അൽഫ് സന, 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം ഉണ്ടാകുമെന്നാണ്. നഊദു ബില്ലാഹ്. ദുനിയാവിൽ നമ്മൾ ആകെ ജീവിച്ചത് 60-70 വയസ്സ്. ആ ഒരു ഷോർട്ട് ടേം പീരീഡ് ഒന്ന് നന്നായിക്കൊണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുകയും അര ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ എത്ര? ഏറ്റവും ചുരുങ്ങിയത് പ്രകാരം 500 വർഷത്തെ കാത്തിരിപ്പ് ഉണ്ടാകുമെന്ന്. 500 വർഷം തീയിൽ പോയിട്ട് ഈ അവിടെ നിന്ന് കിട്ടിയതിന് ഏറ്റവും ചെറുതാന്ന് കൂട്ടിക്കോളി. 500 വർഷം ഈ ശരീരത്തിന് സുഹൃത്തുക്കളെ ആ ചെറിയ ശിക്ഷയെങ്കിലും അനുഭവിക്കാനുള്ള തോക്കത്തുണ്ടോ അല്ലേ നമ്മളത് ധരിച്ചാൽ മതി. നിര്യാണിക്ക് താഴേക്ക് വസ്ത്രമിട്ടവൻ നരകത്തിലാണെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ല അല്ലേ? പലപ്പോഴും ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആ പാൻസ് ഒന്ന് നിര്യാണിക്ക് മുകളിലേക്ക് കയറ്റി കൊടുക്കാനുള്ള ഈമാന് വിശുദ്ധ റമളാന് വന്നിട്ടും കിട്ടിയിട്ടില്ല എങ്കിൽ സഹോദര, നരകത്തെ ഉൾക്കൊണ്ടിട്ടില്ല. നീ നരകത്തെക്കുറിച്ചുള്ള ഫിഗർ നിന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല. അള്ളാന്റെ റസൂല് പറയും, വിടൂല, ആ മനുഷ്യനെ കാത്തിരിക്കുന്ന നരകമാണ്. എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ കാരണത്താൽ നിര്യാണിക്ക് താഴെ വസ്ത്രം വന്നത് കാരണത്താൽ അര ദിവസം കടന്നു, ഒരുപാടൊന്നും വേണ്ടടാ, അര ദിവസം കടന്നാൽ മതി എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഏറ്റെടുക്കാൻ കഴിയുമോ നമുക്ക്? ശരിക്കൊന്ന് ചിന്തിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, മാറി മാറി വരുന്ന ഫാഷനുകൾക്കനുസരിച്ച് മാറ്റേണ്ട നിലപാട് കാര്യമല്ല നമ്മൾ. വസ്ത്രമെടുത്ത നഗ്നകൾ എന്ന് അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടാത്തവർ, അവർക്കൊരുക്കി വെക്കപ്പെട്ടുള്ളതാണ് നരകമെങ്കിൽ തൗഹീദുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, തൗഹീദുണ്ട് എന്നതുകൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും വഞ്ചിതരാകരുത്. അതിൽ മാത്രം ഡ്രസ് കോഡിൽ മാത്രം റബ്ബ് നാളെ പിടിച്ചു കൂട്ടുക, എന്നിട്ട് പോയി കിടക്കണമെന്ന് പറഞ്ഞാൽ അവിടെ അനുഭവിക്കാനുള്ള ശിക്ഷയാണ് സുഹൃത്തെ ഈ പറയണത് അല്ലേ? അതുകൊണ്ട് വസ്ത്രം എടുത്താൽ പോരാ, ഉടുക്കേണ്ടത് പോലെ എടുക്കണം. ചെറിയ പിന്നെ കാര്യങ്ങളെപ്പോഴും വളരെ ഗൗരവത്തിൽ നമ്മൾ കാണാം. ഞാൻ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ആദ്യം ചോദിക്കുന്നതാ വെള്ളം ഉണ്ടോയെന്നാണ് അല്ലേ? ഭക്ഷണം കിട്ടുമെന്നാണ്. നരകാവകാശം ഈ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ച് തന്നെയാണ്, വെള്ളത്തെക്കുറിച്ചാണ്. ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നരകത്തിൽ ഭക്ഷണമുണ്ട്. പക്ഷെ എന്താ ഭക്ഷണം? റബ്ബ് പറയാ, ഇന്ന ശജറത സഖൂം തആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ. ഒന്നാമത്തെ ഭക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഒന്നാമത്തെ ഭക്ഷണം? സഖൂം എന്നാണ്. എന്താ സഖൂം എന്ന് പറഞ്ഞാൽ അതൊരു തരം ചെടിയാണ്, ഒരു തരം മരമാണ്. തആമുൽ അസീം, തിന്മ ചെയ്തു വന്ന നരകാവകാശിക്ക് റബ്ബ് കൊടുക്കുന്ന ഫുഡാണത്. സഖൂം
കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, ഉരുകിയ ലോഹം പോലെയായിരിക്കുമെന്ന, അതിൻ്റെ ഖനി ഉരുകിയ ലോഹം പോലെയായിരിക്കുമെന്ന, അതെടുത്ത് ഭക്ഷിക്കുമ്പോഴേക്കും അവൻ്റെ വയറുകൾ തിളച്ചുകൊണ്ടിരിക്കുമെന്ന. നഊദു ബില്ലാഹ്. പിന്നെ പറഞ്ഞു ളരീഅ്, അല്ലേ, ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ് ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. എല്ലാ വെള്ളിയാഴ്ചയും സഹോദരൻ നമ്മൾ കേട്ടില്ലേ? അത് കേട്ട് പോയിട്ട് പിന്നെയും നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ? ലൊരിയാണത്ര ആ മനുഷ്യർക്ക് കിട്ടുക എന്ന, ഒരു പോഷിപ്പും ഉണ്ടാവില്ല എന്നാണ്. അവർക്ക് വിശന്നു, പക്ഷെ ഭക്ഷണം കഴിച്ചു, ലൊരിയ കഴിച്ചു, ഒരു മെച്ചമില്ല എന്ന. പിന്നെയും പറഞ്ഞെന്താണെന്നറിയോ? ഗിസ്ലീൻ. എന്താ സഹോദര ഗിസ്ലീൻ? ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തൊട്ടപ്പുറത്ത് നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും നിർഗളിക്കുന്ന രക്തവും ചലവും മിശ്രിതമായ വെള്ളം നമ്മുടെ വായിലേക്ക് ഇട്ടുതരുമെന്നാണ്. നമ്മുടെ സ്വശരീരത്തിൽ വന്ന ഒരു രോമക്കുരുവിൽ നിന്നും തെറിച്ച ഒരു ചലം പോലും വളരെയേറെ പ്രയാസത്തോടു കൂടെ കൊണ്ടുനടക്കുന്ന നമ്മളാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായ കുരുവെന്നുണ്ടായ ഒരു ചലം പോലും നമുക്കൊരു ഇറിറ്റേഷനാണ്, ഒരു വെറുപ്പാണ്, ഒരു അറപ്പാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നല്ല, അന്യരുടെ ശരീരത്തിൽ നിന്നും ഗുഹ്യാവയവങ്ങളിൽ നിന്ന് പോലും വരുമെന്നാണ്. വ്യഭിചരിച്ച ആളുകൾക്ക് കൊടുക്കപ്പെടുന്ന ശിക്ഷയിൽ നിന്നും അവരുടെ ശരീരത്തെ ആ നിലക്ക് റബ്ബ് ശിക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ആ ഒരു മിശ്രിതം ദാഹിച്ചിരിക്കുന്ന നരകാവകാശ തൊണ്ടയിലേക്ക് ഒടിച്ചു കൊടുക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. പാനീയത്തെക്കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, തിളച്ചു പൊന്തുന്ന ഹമീം, അല്ലേ, കൊടും തണുപ്പുള്ള ഖസ്സാഖ്, മാംസത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ദ്രാവകമായ സ്വദീജ്, അൽ മുഹിൽ, ഉരുകിയ ടാറ് പോലെയുള്ള വെള്ളം എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പല നിലക്കുള്ള സംഗതികൾ കാണാൻ കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എങ്ങനെയാണ് ഈ നരകത്തിലേക്ക് ആളുകൾ ഇതൊക്കെ, ആർക്കൊക്കെയാണ് ഈ ശിക്ഷ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ശിർക്ക് വന്നുപോയ ആളുകളാണ്. അവർ 1-2 ദിവസമൊന്നുമല്ല, അവർ കാലാകാലം നരകത്തിലാണ്. നഊദു ബില്ലാഹ്. സഹോദര, മനസ്സ് തട്ടി ആലോചിച്ചോളിയും. എന്താ ശിർക്ക്? റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട എന്തെങ്കിലും ഒന്ന്, അള്ളാഹിൻ്റെ കഴിവുള്ളതുപോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാൻ കഴിയേണ്ട ആശയത്തിൽ ശിർക്കുണ്ട് എന്നാണ്. ലോകം നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബിൻ്റെ മാത്രം കഴിവായിക്കൊണ്ട് റബ്ബ് പറയുമ്പോൾ, തൗഹീദ് ഫി റുബൂബിയ്യ പഠിപ്പിക്കുമ്പോൾ അതിൽ മറ്റു പല ആളുകളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ശിർക്കുണ്ട്. അവൻക്ക് കടക്കാനുള്ള നരകമാണ്, നരകത്തിൽ ശാശ്വതമാണ്. നിനക്ക് ശിർക്ക് വന്നു പോയാൽ നിന്റെ എല്ലാ അമലും പൊളിഞ്ഞു. കഷ്ടപ്പെട്ട് നീ നോറ്റ നോമ്പ് പോയി, ഇല്ലാത്ത സമ്പാദ്യം ഉണ്ടാക്കി നീ നിർവഹിച്ച ഹജ്ജും ഉംറയും സദഖകളും എല്ലാം നിഷ്ഫലമായി. ഇതാരോട് പറഞ്ഞാന്നറിയോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭിസംബോധന ചെയ്തുകൊണ്ട് വന്ന സംഗതി. നബിയേ, നീ നബിയാണെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, ശിർക്ക് വന്നാൽ കഴിഞ്ഞു എന്നാണ്. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹും ഹബാഅൻ മൻസൂറാ. അവരുടെ എല്ലാവിധ കർമ്മങ്ങളിലേക്കും ഞാൻ അങ്ങോട്ട് മുന്നിട്ട് ചെല്ലും, എന്നിട്ട് അതിനെ മുഴുവനും കടഞ്ഞെടുത്ത ധൂളികളെ പോലെയാക്കും. ആരുടെ? ശിർക്ക് വന്നു പോയ ആളുകളുടേത് എന്നാണ്. നഊദു ബില്ലാഹ്. അപ്പോൾ ശിർക്കാണ് വന്നത്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് മാത്രം സങ്കടങ്ങൾ പങ്കുവെക്കുക, അള്ളാഹിനോട് മാത്രം നമ്മളെ ആവലാദികൾ പറയുക. അതൊരു ദർഗയിലേക്കോ ഒരു ഇടങ്ങളിലേക്കോ ഒന്നും നമ്മൾ കൊടുക്കാതിരിക്കുക. ഇവൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും സങ്കടങ്ങൾ നമ്മൾ പങ്കുവെക്കേണ്ട ആളല്ല പ്രവാചകൻ. സ്വഹാബാക്കൾ നമുക്കതിന് മാതൃകയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ മുൻഗാമികളായ നമ്മുടെ അമ്പിയാക്കൾ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബാക്കളൊക്കെ പഠിപ്പിച്ചത് എന്താ? അള്ളാഹിനോട് മാത്രം പറയാനാണ്. അങ്ങനത്തെ ഒരു വഹദാനിയത്ത്, ഒരു തൗഹീദിൻ്റെ നായകന്മാരായിക്കൊണ്ട് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ശിർക്ക് നമ്മുടെ ലൈഫിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശിർക്ക് എന്ന് പറയുമ്പോൾ വലിയ ശിർക്ക് മാത്രമല്ല, ചെറിയ ശിർക്ക് നമ്മൾ ഗൗരവത്തിൽ കാണണം. കാരണം നരകം നാളെ കത്തിക്കപ്പെടുന്നതിന് നഊദു ബില്ലാഹ് മുശ്രിക്കിനെ കൊണ്ടല്ല, കാഫിറിനെ കൊണ്ടല്ല, മുനാഫിക്കിനെ കൊണ്ടല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും, നല്ല യോദ്ധാവിനെ കൊണ്ടാണ്, വലിയൊരു പണ്ഡിതനെ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനവിനിയോഗം നടത്തിയ സ്വതക്കകൾ ചെയ്ത മനുഷ്യനെ കൊണ്ടാണ്. എന്തേ റസൂലെ അവർക്കൊക്കെ പറ്റിയ അബദ്ധമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? അവരുടെ ലൈഫിൽ ലോകമാന്യത വന്നുപോയി. നഊദു ബില്ലാഹ്. പബ്ലിസിറ്റി മൈൻഡ് വന്നുപോയി. 4 ആളുകൾ കാണട്ടെ, നല്ലത് പറയട്ടെ, എന്നെക്കുറിച്ച് ലൈക്കുകൾ വരട്ടെ, ആളുകൾക്കിടയിൽ ഞാനൊരു സുസമ്മതനായിക്കൊണ്ട് മാറട്ടെ, നന്മകൾക്ക് പിന്നിൽ റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗീയ ആരാമങ്ങളെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കാതെ അതിന് നെയ്യത്ത് വെക്കേണ്ട മനുഷ്യൻ ഇത്തിരി പോന്ന പബ്ലിസിറ്റി മൈൻഡിന് വേണ്ടി കൊതിച്ചപ്പോൾ റഹ്മാനായ റബ്ബ് ആ മനുഷ്യൻ്റെ അമലുകളും ബാത്തിലാക്കി കളയുമെന്ന് നഊദു ബില്ലാഹ്. അതുകൊണ്ട് മനസ്സിൻ്റെ 7 അയലത്ത് പോലും സുഹൃത്തുക്കളെ ഒരു ലോകമാനം നമുക്ക് വേണ്ട. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്തിനു ചെയ്യാൻ റബ്ബ് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശിർക്ക് എന്ന് പറയുമ്പോൾ വലുതും ചെറുതും നമ്മുടെ മനസ്സിലുണ്ടാകണം. റബ്ബ് കാക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ബിദ്അത്തുകളാണ് സുഹൃത്തുക്കളെ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ നമ്മൾ ചെയ്യുന്നതെന്ന് ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടായിക്കോട്ടെ. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, കാക്കക്കാരന്മാരായി കൊണ്ട് നടക്കുന്ന ഏർപ്പാടാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല. മറിച്ച് അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതേ ചെയ്യാവൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടൊന്ന് ചിന്തിച്ചാളി, പഠിച്ചാളി, പ്രമാണങ്ങളിലേക്കും തട്ടിച്ച് നോക്കി. ഇന്ന് അൽഹംദുലില്ലാ എന്തൊരു വിഷയമുണ്ടെങ്കിലും ചോദിക്കാൻ ആളുകളുണ്ട്, അറിയാൻ ഡിവൈസുകളുണ്ട്. നമ്മുടെ ഒരു മനസ്സുണ്ടോ, ഒരു പ്രാർത്ഥനയുണ്ടോ, ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? അവിശുദ്ധമായ കൂട്ടുകെട്ടാണ്. അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടോ, പര്യവസാനം നരകമായിരിക്കും. മുത്തഖീങ്ങളല്ലേ നമ്മുടെ കൂടെയുള്ളവർ? കാരണം അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. അള്ളാഹിൻ്റെ റസൂലാ പറഞ്ഞത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരൻ്റെ ആദർശത്തിലായിരിക്കും. അവൻ്റെ മൈൻഡ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമുക്കുണ്ടാകുക. അവനെ നമ്മൾ നല്ലോണം സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അവൻ്റെ വിശ്വാസ വ്യതിയാനങ്ങൾ നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ പറഞ്ഞൊരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു അവിശ്വാസി ഉറ്റമിത്രമായിക്കൊണ്ട് മാറാൻ പാടില്ല എന്ന. ഉറ്റമിത്രമായിക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരു വിശ്വാസി എപ്പോഴും ഒരു മുത്തഖിയാകണം. ഒരു അവിശ്വാസി സ്വീകരിച്ചാലോ പലപ്പോഴും പിന്നെ പലതിനോട് കണ്ണടക്കേണ്ടി വരും. അവൻ്റെ ആചാരങ്ങൾ പങ്കുവെക്കേണ്ടി വരും, അല്ലേ? ലിബറൽ മൈൻഡ് നമ്മൾ പോലും അറിയാതെ വന്നുപോകും. നമ്മുടെ ആഘോഷങ്ങളിൽ അവനെയും അവൻ്റെ ആഘോഷങ്ങളിൽ നമ്മളെയും പങ്കുവെക്കുന്നത് ഒരു വലിയ വിഷയമല്ല എന്നിടത്താണ് നഊദു ബില്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിഭാഗം വരുന്ന ആളുകളുടെ മൈൻഡ് അതാണ്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ മുശ്രിക്കുകൾ വന്നുകൊണ്ടൊരു മതസൗഹാർദ്ദ കരാറിന് വേണ്ടി വന്നു. എന്താ സംഭവം? നബിയെന്നല്ല മുഹമ്മദേ, നിനക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, നിന്നോടുള്ള എല്ലാ വിമുഖതകളും ഞങ്ങൾ മാറ്റിവെക്കാം. ഒരു കണ്ടീഷൻ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഇലാഹിനെ ആരാധന നീ ഒരു വർഷം ആരാധിക്കുക, നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹിനെ ഞങ്ങളും ഒരു വർഷം ആരാധിക്കും. ഒരു ബായ് സമീപനം, അല്ലേ? ഒരു മതസൗഹാർദ്ദ സമീപനം. ഉടനെ ഇറക്കി റഹ്മാനായ റബ്ബേടാ അനാകാശത്ത് അപ്പുറത്ത് വഹി വന്നു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കാൻ എനിക്ക് കിട്ടില്ല. 2 തവണ ആവർത്തിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം. ഞാൻ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഇല്ലേ? ആദർശ വിഷയത്തിൽ ഒരു ബായ് സമീപനമില്ല എന്നാണ്. ആദർശ കണിഷ്ഠക്കാരനായിട്ടില്ല എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന നരകമാണ് നഊദു ബില്ലാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞു, തിന്മകളെ നിസ്സാരവൽക്കരിക്കലാണ്. തിന്മകളെ നിസ്സാരവൽക്കരിക്കുക. അതൊന്നും ചെയ്യാത്ത പറമ്പ് ആരാ? കച്ചവടമാണ് നല്ല നിലക്ക് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലച്ച് പിടിച്ച് വരണമെങ്കിൽ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടി വരും. അല്ല എല്ലാ ആദർശം ഇമ്പ്രമെന്ന് കേട്ട എല്ലാ സംഗതിയും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ആളുകൾ പറയാം, അല്ലേ? എന്നിട്ട് പതിയെ ഓരോ തിന്മകൾ ഇങ്ങനെ ചെയ്യും. ഓരോ തിന്മകൾ ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ കറുത്ത പുള്ളികൾ വീടുമെന്നാണ്. കുറച്ച് കഴിയുമ്പോൾ ആ ഹൃദയം അങ്ങോട്ട് കറുത്തു പോകും. പിന്നെ എന്ത് ചെയ്യാനും അവനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കുട്ടിക്കൊലപാതകങ്ങൾ വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലുള്ളത്. എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അത് പെറ്റ ഉമ്മയെ, പോറ്റു വളർത്തിയ വല്യമ്മയെ, അല്ലേ? സ്വന്തം ജീവിതത്തെക്കാൾ തന്നെ സ്നേഹിച്ചൊരുത്തിയെ, തന്നെ വിശ്വസിച്ചു വാന്ന ഒരു ചെറിയ അനുജനെ ചുറ്റുക കൊണ്ട് അടിച്ച് വീഴ്ത്താൻ എങ്ങനെ കഴിഞ്ഞു സുഹൃത്തെ? എങ്ങനെ കഴിഞ്ഞു? അത് കഴിയും. പതിയെ ലഹരിക്കൊരു തുടക്കമുണ്ടായിരുന്നു. ചെറുതായി കണ്ടു പലതിനെയും, പിന്നീട് അത് വലുതായി വന്നു. അവൻ്റെ മനസ്സിനെ ലഹരി കീഴ്പ്പെടുത്തി, അവൻ്റെ മനസ്സിനെ തിന്മകൾ കീഴ്പ്പെടുത്തി, അവനല്ലാതായി മാറി. പിന്നെ ഒരു മനുഷ്യനിക്ക് ചെയ്യാൻ വറക്കാത്ത പലതും നിഷ്പ്രയാസം അവൻ ചെയ്തു. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, തിന്മകളെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്, നന്മയെയും തിന്മയെയും നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. നമ്മുടെ ഉമ്മയുടെ വാക്കിൽ നിന്നും ഒരു അബദ്ധം വന്നു, കുറിയവളെന്നൊരൊറ്റൊരു നാക്പിഴ വന്നപ്പോഴേക്കും അള്ളാഹിൻ്റെ റസൂലിൻ്റെ കണ്ണ് ചോത്തു, മുഖം വിവർണമായി. ആയിഷ, നീ പറഞ്ഞ വാക്കുണ്ടല്ലോ, കടലിൽ കൊണ്ടുപോയി മുക്കിയാൽ ആ കടൽ പോലും മലീമസമാകും കേട്ടോ. അവൾ കുറിയവളല്ലേ എന്നൊരു ജസ്റ്റ് ഒരു കമാൻഡ് അടിച്ചതാണ് നമ്മുടെ ഉമ്മ. നമ്മുടെയൊക്കെ വാചകങ്ങൾ എവിടെയാ എത്തി നിൽക്കും നമ്മൾ ആലോചിക്കണം. അള്ളാഹിൻ്റെ റസൂൽ പറയാ, ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമ മിൻ സുഖ്തില്ലാ ലാ യുൽഖി ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. അള്ളാഹിൻ്റെ റസൂൽ ഒരു മനുഷ്യൻ വാക്ക് പറഞ്ഞിരിക്കും, വാക്ക് പറയുമ്പോൾ വലിയ മൈൻഡൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന്. അതൊക്കെ പറയാത്തവർ ആരാ? അങ്ങനെയൊക്കെ പ്രയോഗിക്കാത്തവർ ആരാ? ഇന്നിൻ്റെ കാലഘട്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ വാക്കുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിൻ്റെ ആടിയിലേക്ക് എടുത്തെറിയപ്പെടുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സുഹൃത്തേ, നരകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ ആയുധം, അവയവം എന്ന് പറയുന്നത് അവൻ്റെ നാവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ വെറുതെ അല്ല പറഞ്ഞത്, മയ്യളുമനു ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. 2 താടികൾക്ക് ഇടയിലുള്ള
നാവിനെയും 2 തുടകൾക്കിടയിലുള്ള ലൈംഗികാവയവത്തെയും സംരക്ഷിക്കാമെന്ന് എനിക്ക് ആരാണോ ജാമ്യം നൽകിയത്, അല്ലുമ്മനുലഹുൽ ജന്ന, ആ മനുഷ്യർക്ക് സ്വർഗമുണ്ട് എന്ന് ഞാൻ ജാമ്യം നൽകുന്ന റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അവിഹിതങ്ങൾ സുഹൃത്തുക്കളെ ഉണ്ടാകരുത്. റബ്ബ് നമുക്ക് ഇണയാക്കി തന്നത് ഒരുത്തിയാണ്. സഹോദരി, നിനക്ക് റബ്ബ് ഹലാലാക്കി തന്നത് ഒരുത്തനെയാണ്. ആ ഒരുത്തനിൽ എല്ലാം ഒതുങ്ങണം, ആ ഒരുത്തിയിൽ നമ്മുടെ എല്ലാം ഒതുങ്ങണം. അത് വിട്ട് വേറെവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അവിഹിതം എന്നുള്ളത്. നരകമാണ് അതിൻ്റെ അവസാനം. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ദേഹേച്ഛയെ പിൻപറ്റി എന്നതാണ്. നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നിരന്തരമായി തിന്മയിലേക്ക് നമ്മളങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഫഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹ് പറഞ്ഞില്ലേ, ആരാണ് റബ്ബിൻ്റെ മുമ്പിൽ പോയി കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന് പേടിച്ച് അവൻ്റെ മനസ്സിലേക്ക് പിശാചിട്ട് തരുന്ന ദേഹേച്ഛകളിൽ നിന്ന് മാറി നിന്ന് സേഫ് സോണിലൂടെ ജീവിച്ചത്, ആ മനുഷ്യൻ സ്വർഗാവകാശിയാണ് എന്ന. അതല്ലാത്തവനോ നരകാവകാശിയാണ്. അതുകൊണ്ട് ദേഹേച്ഛകളെ പിൻപറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മുൻഗാമികൾ നടന്ന നടപ്പിൽ, ഇരുന്ന ഇരിപ്പിൽ, കിടക്കുമ്പോൾ പോലും ഞെട്ടി ഉണർന്നു. നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ കേട്ട് ബോധം പോലെ നഷ്ടപ്പെട്ടു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ എന്ന് കേൾക്കുമ്പോൾ സഹോദര നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു പിക്ചർ എന്താണ്? ധീരനായ, കയ്യൂക്കുള്ള, നെഞ്ചൂക്കുള്ള, ആരെയും അല്ലേ എന്തിനും പോകുന്നൊരുത്തനെയാണ് ഉമർ എന്ന ചരിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ ഉമറിൻ്റെ ബോധം പോയത് ഇത്തിരി പോകുന്ന ആയത്തിൻ്റെ മുമ്പിലാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്, ഇന്ന അദാബ റബ്ബിക ലവാഖിഅ്, നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ആയത്ത് കേട്ടപ്പോൾ ഫബകാ വസ്തദ്ദ ബുകാഉഹു ഹത്താ മരിള വആദുഹു, അല്ലേ, അദ്ദേഹം കരച്ചിൽ ആരംഭിച്ചു എന്നാണ്. എൻ്റെ ഉമറിൻ്റെ അവസ്ഥ നാളെ എന്തായിരിക്കും റബ്ബേ എന്ന് പേടിച്ചു കണ്ട് അദ്ദേഹം കരഞ്ഞു എന്നാണ്. വസ്തദ്ദ ബുകാഉഹു, കരച്ചിൽ ശക്തമായി, ഹത്താ മരിള, അദ്ദേഹം രോഗിയായി തീർന്നു എന്ന് ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു എന്ന് സ്വഹാബാക്കൾ പറയാണ്. മറ്റൊരു സ്വഹാബി ഫഅൻദർതുകും നാറൻ സലല്ലാ എന്ന് കേട്ടപ്പോൾ ബോധം കെട്ടുപോടൂ എന്നാണ്. മണിയറയിൽ പ്രിയതമയുടെ മടിത്തട്ടിൽ കടക്കുന്ന സമയത്ത്, സ്നേഹവായ്പകൾ പരസ്പരം പങ്കുവെക്കുന്ന സമയത്ത് പൊടുന്നനെ ഒരു സ്വഹാബി കരയാണ്. ആയത്തുകളാണ് അവരെ പെട്ടെന്ന്. എന്തേ താങ്കൾ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ചില ആയത്തുകൾ ഓർത്തുപോയി എന്നാണ്. നരകത്തെക്കുറിച്ചുള്ള, സിറാത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ ഓർത്തുപോയി എന്നാണ്. സുഹൃത്തുക്കളെ, നമുക്കുണ്ടോ അത്? അതുകൊണ്ട് ആത്മാർത്ഥമായി കൂടി രക്ഷപ്പെടാനുള്ള പണികൾ ബോധപൂർവ്വം എടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ട് നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയും? ഒന്നാമതായിക്കൊണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയുന്നത് പ്രാർത്ഥനയിലൂടെയാണെങ്കിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ച പ്രാർത്ഥനകൾ എവിടെ നിങ്ങൾ പരിശോധിച്ചോ അവിടൊക്കെയും നരകമോചനം നമുക്ക് കാണാൻ കഴിയും. സിംഹഭാഗ പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ കഴിയുക നരകമോചനമായിരിക്കും. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്, അല്ലേ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹലോകത്തെ നന്മകൾ എനിക്ക് നൽകണേ, പരലോകത്തെ നന്മകൾ എനിക്ക് നൽകണേ എന്ന് പറഞ്ഞതിൽ തന്നെ നരകമോചനം പെട്ടു. പക്ഷേ എന്നിട്ടും ഒരു എക്സ്ട്രാ കലിമത്ത്, ഒരു വേർഡ് അള്ളാഹിൻ്റെ റസൂൽ വീണ്ടും വെച്ചു. പരലോകത്തെ നന്മ എന്ന് പറഞ്ഞാൽ തന്നെ നരകമോചനമാണ്. അതറിയാഞ്ഞിട്ടല്ല പ്രവാചകൻ. പക്ഷേ ആ വിഷയത്തെ ഒന്നുകൂടി അടിവരയിട്ടു. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ എന്നാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ ഗുണമായി കൊണ്ട് പറഞ്ഞു സൂറത്തുൽ ഫുർഖാനിൽ, ഇബാദുർ റഹ്മാൻ, അവരാരാ? അല്ലാഹുവിൻ്റെ അടിമകളുടെ ക്വാളിറ്റി എന്താ? വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അവർ. എങ്ങനെ? റബ്ബന സ്രിഫ് അന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും നീ മാറ്റിക്കളയണേ, അദാബ ജഹന്നം, നരകത്തിൻ്റെ ശിക്ഷയെ. കാരണം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ, അതിൻ്റെ ശിക്ഷ എന്നുള്ളത് ഭയാനകമാണ്, ആ സങ്കേതമാകട്ടെ മോശമാണ്, അല്ലേ? മോശമായ ശിക്ഷകളുടെ പര്യായമായ നരകത്തിൽ നിന്ന് പടച്ചോനെ ഞങ്ങളെ നീ മാറ്റിക്കളയണേ എന്നാണ്. എത്ര പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ. റബ്ബന ഇന്നനാ ആമന്ന ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ഒരുപാട് പ്രാർത്ഥനകൾ സുഹൃത്തുക്കളെ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ആരെങ്കിലും ഒരു ദിവസം 3 തവണ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറയുമെന്നാണ്, അല്ലാഹുവേ ഈ സ്വർഗത്തെ അവനക്ക് നീ കൊടുക്കണേ എന്നാണ്. ആരെങ്കിലും ഒരു ദിവസം 3 തവണ നരകമോചനം ആവശ്യപ്പെട്ടാൽ
നരകം പടച്ചറബിനോട് വക്കാലത്ത് പറയുമെന്നാണ്, പടച്ചോനെ ഈ മനുഷ്യനെ ഈ നരകത്തെ രക്ഷപ്പെടുത്തണേ എന്ന്. അതുകൊണ്ട് സിമ്പിളായി ചോദിക്കും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനൻ നാർ. ഒന്ന് പറഞ്ഞു നോക്കണം സുഹൃത്തുക്കളെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു, വ അഊദു ബിക മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. 3 തവണ ചോദിക്കാൻ പറ്റുമോ നമുക്ക്? 3 തവണ ഇതെങ്കിലും ചോദിക്കാൻ പറ്റുമോ നമുക്ക്? പിന്നെയും പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഫിഇൽ. സ്വർഗം ചോദിക്കുന്നു റബ്ബേ, ഞാൻ നിന്നോട് ആ സ്വർഗത്തിലേക്ക് എന്നെ എത്തിക്കുന്ന മുഴുവൻ വാക്കുകളും പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള തൗഫീഖിനെ ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വഫിഇൽ. ആ നരകത്തിലേക്ക് എന്നെ എത്തിപ്പിക്കുന്ന വാക്കുകൾ പ്രവർത്തനങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. ഇതൊക്കെ റബ്ബ് തരണം സുഹൃത്തുക്കളെ തൗഫീഖ്. അതുകൊണ്ട് പ്രാർത്ഥനാ വേളകളിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ നരകത്തെ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് മനമുരുകിയ പ്രാർത്ഥനകളാണ്. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന അമൂല്യമായ സന്ദർഭത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളെ റബ്ബ് ബാക്കിയാക്കിയിട്ടുള്ളത്. ഒന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവസാനത്തെ 10ലാണ് നമ്മളുള്ളത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന അധ്വാനത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നരകമോചനം തന്നെയാണ്. ചോദിക്കാൻ നമുക്ക് കഴിയും. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയുക സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഹബീബുമാരായി നമ്മൾ മാറുക എന്നതാണ്. അള്ളാഹിൻ്റെ ഹബീബ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അള്ളാഹുവിൻ്റെ ഹബീബിനെ ഒരിക്കലും നരകത്തിലേക്ക് ഇടുകയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഇഷ്ടപ്പെട്ട ദാസനായിക്കൊണ്ട് മാറുക? ഒന്ന്, ഫറലായ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് നിർവഹിക്കുക എന്നതാണ്. കണിശത ഉണ്ടാകണം സുഹൃത്തുക്കളെ. റമളാന് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ജമാഅത്ത് നമസ്കാരത്തിൽ കണിശതയുള്ളവരായിക്കൊണ്ട് ഞാൻ മാറുമെന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് കഴിയണം, അല്ലേ? ഫർളുകളിൽ നോ കോംപ്രമൈസ്, ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ സുന്നത്തുകൾ ധാരാളമായി കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. വമാ യസാലു യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എന്നിലേക്ക് ഒരു അടിമ സുന്നത്തായ കർമ്മങ്ങളിലൂടെ അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹ്, ഞാൻ അവനെ അങ്ങ് ഇഷ്ടപ്പെടുന്നത് വരെ എന്നാ. ഇഷ്ടപ്പെട്ട് കഴിയുന്നതോടുകൂടെ റബ്ബിൻ്റെ ഹബീബുമായി നമ്മൾ മാറി. പിന്നെ റബ്ബിൻ്റെ ഹബീബായാൽ ഇന്നല്ലാഹ ലാ യുൽഖി ഹബീബഹു ഫിന്നാർ, അള്ളാഹിൻ്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട ദാസൻ റബ്ബ് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കൂല എന്നാ. അവൻ എങ്ങനെയെങ്കിലും പടച്ച റബ്ബ് കാക്കുമെന്നാണ്. അത്തരം ആളുകൾ നമ്മൾ റഹ്മാനായ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, പിന്നെ പറഞ്ഞ നോമ്പ് തന്നെയാണ്. നമുക്കറിയാം നോമ്പിനോളം വലിയ നരകത്തെ തടുക്കുന്ന വേറെ ആയുധമില്ല എന്ന. അസ്സിയാമു ജുന്ന യസ്തജിന്നു ബിഹൽ അബ്ദു മിനൻ നാർ, നരകത്തെ കാക്കുന്ന ഏറ്റവും വലിയ പരിചയമാണ് നോമ്പ്. അതുകൊണ്ട് റമളാനിലൂടെ മാത്രം തീരേണ്ട ഒന്നല്ല നോമ്പ്. സുന്നത്തുകളായ നോമ്പുകൾ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമായി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കണം. ശവ്വാലിലെ 6 നോമ്പ് നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടാകണം. കഴിയുന്നത് പോലെ സുഹൃത്തുക്കളെ, പിന്നെ തിങ്കളും വ്യാഴമൊക്കെ നോമ്പ് നോൽക്കാൻ നമുക്ക് കഴിയോ? അധികരിപ്പിക്കുക. നമ്മൾ ഒറ്റ നോമ്പ് കൊണ്ട് മൻ സോമ യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ദാലിക വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. എത്ര വലിയ ആനുകൂല്യമാണ്! അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴി ദൂരത്തേക്ക് ആ മനുഷ്യനെ, അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്നും റഹ്മാനായ റബ്ബ് പിന്നെ അകറ്റിക്കളയുമെന്നാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പം നോമ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. പിന്നെന്താണെന്നറിയോ? സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. സ്വതക്ക കൊടുക്കുക സുഹൃത്തുക്കളെ. അള്ളാഹ് തന്ന ധനത്തിന് നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. അള്ളാഹ് പറയാ അസ്വതഖത്തു തുത്ഫി ഗളബ റബ്ബ്. റബ്ബ് നമ്മളോട് എന്തെങ്കിലും വിഷയത്തിൽ കോപിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്ക ആ കോപത്തെ തന്നെ കെടുത്തി കളയുമെന്നാണ്. നരകം തരാൻ മാത്രം കോപാകുലനാക്കി കളയുന്ന എന്തെങ്കിലും ഏർപ്പാട് വന്നിട്ടുണ്ടെങ്കിൽ പോലും സ്വതക്കയിലൂടെ റബ്ബിൻ്റെ കോലബിനെ, ദേഷ്യത്തെ തടുക്കാൻ നമുക്ക് കഴിയുമെന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വതക്കകൾ അധികരിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റമളാനുകൾ മാത്രമല്ല, ഒരു വിഹിതം വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. വിശ്വാസിയാണോ? അവൻ്റെ അടുത്ത് എപ്പോഴും ഒരു ഓഹരി അവർ മാറ്റിവെക്കുന്ന. ആർക്കത്? സക്കാത്തിൻ്റെ അവകാശികൾ കൊടുക്കാനാണ്. ചോദിച്ചു വരുന്ന ആശ്രയന്മാർക്ക് കൊടുക്കാനാണ്, അല്ലേ? അള്ളാഹുവിൻ്റെ ദീനി സംരംഭങ്ങളിൽ എടുത്തു കൊടുക്കാനാണ്. കണ്ണടയുന്നതിന് മുൻപേ സുഹൃത്തെ അവസരങ്ങളുള്ളൂ. കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് നരകത്തിൽ നിന്നുള്ള വലിയ ഒരു രക്ഷാ കവചമാണ്, നമ്മൾ മനസ്സിലാക്കണം. 6-ാമതായി കൊണ്ട് പറഞ്ഞെന്താണെന്നറിയോ? മൃദുലമായി നമ്മൾ പെരുമാറുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂലിക്ക് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിമാ യുഹ്റമു അലന്നാർ, നരകത്തിന് ഹറാമാക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നാ. നരകത്തിലെ അവനെ ഭക്ഷിക്കാനുള്ള ഹറാമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നരകത്ത് പോകില്ല എന്നാണ്. യെസ്, എന്താണത്? അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചപ്പോൾ പ്രവാചകൻ, പിന്നെ സഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അലാ കുല്ലി ഹയ്യിനിൻ ലയ്യിനിൻ ഖരീബിൻ സഹലിൻ. സ്വഭാവപരമായിട്ടുള്ള 4 ക്വാളിറ്റികൾ പറഞ്ഞു. ഒന്ന്, ഹയ്യിനാകണം. ഹയ്യ് എന്ന് പറഞ്ഞാൽ ഒരു വഖാർ വേണമെന്ന, ഒരു ഗൗരവം. അഥവാ എല്ലായിടത്തും ഒരേപോലെ അല്ല. പള്ളിയിൽ വരുമ്പോൾ പള്ളി എന്നുള്ള സീരിയസ്നെസ് എനിക്ക് ഉണ്ടാകും. സീരിയസ്നെസ് ഉണ്ടാകുക എന്നുള്ളതാണ്, ഒരു ഗൗരവം ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലേ? പിന്നെ ഒരു മരണ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കല്യാണം വിട്ടു പോയ പോലെ അല്ലല്ലോ, അതിൻ്റേതായ ഒരു വക്കാർ ഉണ്ടാവും. അപ്പോൾ ഒരു വിശ്വാസിയാണെന്നൊരു വക്കാർ, അവൻ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു ബോധ്യത്തോടു കൂടെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞു ലയ്യൻ, അതാണ് നമ്മൾ ഏറ്റവും നന്നായി കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. ലയ്യനാവുക, സോഫ്റ്റ് ആവുക, പിന്നെ എന്താ പറയുക, സൗമ്യ സ്വഭാവക്കാരനാവുക എന്നാണ്.
തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഹാർഷായി ഇങ്ങനെ പിന്നെന്താ പറയുക, വളരെ പരുക്കൻ സ്വഭാവത്തോടു കൂടെ എടുക്കുന്നൊരു ഏർപ്പാട്. നരകത്തിലേക്ക് പോകണമെന്ന് പേടിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. പലപ്പോഴും സുഹൃത്തുക്കളെ വലിയ പരാതികൾ വരുന്നൊരു ഏരിയയാണ്. നാട്ടിലൊക്കെ ഭയങ്കര ഉഷാറ മൂപ്പര് പേരേക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഗർജിക്കണ സിംഹ എന്ന് നമ്മളെക്കുറിച്ച് നമ്മുടെ വാപ്പക്ക് അഭിപ്രായമുണ്ടോ, ഉമ്മാക്ക് അഭിപ്രായമുണ്ടോ, കൂടെ കിടക്കുന്ന പെണ്ണിന് അഭിപ്രായമുണ്ടോ, നമ്മുടെ മക്കൾക്ക് അഭിപ്രായമുണ്ടോ? ഒന്ന് എഡിറ്റ് ചെയ്താളി ഉണ്ടെങ്കിൽ എല്ലാവരോടും മാന്യമായി കൊടുക്കുന്നില്ല. ലോകം കണ്ട ഏറ്റവും വലിയ പോക്കിരി, ഏറ്റവും വലിയ കാഫിർ, ഏറ്റവും വലിയ മുശ്രിക്, ഏറ്റവും വലിയ മുൽഹിദ്, സാക്ഷാൽ ഫിർഔൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിടുമ്പോ ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന. സാക്ഷാൽ ഫിർഔനോട് പോലും സംസാരിക്കുമ്പോൾ സൗമ്യമായി വശ്യമാർന്ന സംസാരം വേണമെന്ന അതിൽ വിശദീകരിക്കും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള അറപ്പുള്ള ഒരു കാഫിറിനോട് പോലും റബ്ബ് സൗമ്യമായി കൊണ്ട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശ്വാസിനികളോട് എത്ര സോഫ്റ്റായി സംസാരിക്കണം നമ്മൾ. വിശിഷ്യ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള ഉമ്മയോട്, ഉപ്പയോട്, ഭാര്യയോട്, മക്കളോട്, അയൽപക്കക്കാരോട്, ആദർശ ബന്ധുക്കളോടും. അതുകൊണ്ട് സുഹൃത്തേ, എല്ലാവരോടും മാന്യമായി സംസാരിക്കുക, സൗമ്യ സ്വഭാവക്കാരനാവുക. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നല്ല സ്വഭാവമുള്ള മനുഷ്യന് കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഉന്നതമായൊരിടത്ത് ഒരു ഭവനമാണ് എന്ന് പ്രവാചകൻ ഓഫർ ചെയ്തിട്ടുണ്ട്. കിട്ടണം നമുക്കത്. അതുകൊണ്ട് എൻ്റെ പിന്നേക്കാളും വലിയ ചൂടനാണ്, ഞങ്ങൾ തറവാട്ടുകാർ മൊത്തം അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പാരമ്പര്യം പറഞ്ഞ് വീമ്പ് നടക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തറവാട്ടുകാർക്ക് മൊത്തമുള്ള സങ്കേതമാണ് സുഹൃത്തുക്കളെ നരകം എന്ന് പറയണത്. അതുകൊണ്ട് ആജാതി ഡയലോഗൊന്നും ആരും പഠിക്കാൻ നിൽക്കണ്ട. അവനവനക്ക് വേണോ, അവനവൻ്റെ ഖബർ സേഫാക്കണോ, അവനവൻ പരിശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ മൃദുലമായി കൊണ്ട് സംസാരിക്കുക, സ്വഭാവത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ പെൺമക്കളെ കിട്ടിയാൽ സുഹൃത്തെ കയ്യും നീട്ടി സ്വീകരിച്ചോളേ. സ്വർഗത്തിലേക്കുള്ളൊരു കവാടമാണവർ, നരകത്തിൽ നിന്നുള്ള പരിചയമാണവർ, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, 2 പെൺകുട്ടികളെ കിട്ടിയിട്ട് അവരെ മാന്യമായി നല്ല തർബിയത്ത് കൊടുത്ത് വളർത്തിയാൽ നരകത്തിലുള്ള പരിചയമാണവർ, സ്വർഗത്തിലേക്കുള്ള യുഗമാണവർ. ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണെന്നറിയുമ്പോൾ ജാഹിലിയത്തിലെ ആളുകളുടെ നെറ്റി ചുളുങ്ങിയതുപോലെ, മുഖം വിവരണമായതുപോലെ ഇപ്പോഴും വിവരണമാകുന്നുണ്ടോ? നമ്മൾ പറയാ കെട്ടിച്ചയക്കണ്ടേ, എന്താ ചെയ്യാന്ന്? ഒന്നും ചെയ്യില്ല സുഹൃത്തുക്കളെ. അത് റഹ്മാനായ റബ്ബിന് പ്ലാനിങ് ഉണ്ടാവും. കുട്ടിയെ തന്ന റബ്ബാണെങ്കിൽ അവൻ്റെ റിസ്ക്കും കൂടെ റബ്ബെ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്കെന്ത് ബേജാറാ? അതുകൊണ്ട് മിനിമം ഉത്തരവാദിത്തം നമ്മൾ ജീവിക്കുക എന്നുള്ള പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിധി വിട്ട ഒരു പേടിയും ബേജാറ് നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യാനുള്ള ചെയ്യുന്നുണ്ടോ? റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ഹക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ? റഹ്മാനായ റബ്ബ് നമുക്കൊരു വഴി ഉണ്ടാക്കി തരും. അവനക്കൊരു തുറവി ലൈഫ് ലോങ്ങിൽ സുഹൃത്തുക്കളെ കിട്ടിയിരിക്കും. അതുകൊണ്ട് പേടിയും ബേജാറും വേണ്ട. മക്കളെ പൊന്നു പോലെ വളർത്തുക. കുറച്ചധികം പ്രയാസമുണ്ടാകും. പെൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടികളെ പോലെ നമുക്ക് എല്ലായിടത്തും വിടാനും പിടിക്കാനൊന്നും സമയം കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല, സന്ദർഭമില്ല. ഇവർ കുറച്ചുകൂടിയും വളർത്താൻ കുറച്ച് റിസ്ക് ഉണ്ടാവും. ആ റിസ്കിനുള്ളതാണ് സ്വർഗം, ആ റിസ്കിനുള്ളതാണ് നരകമോചനം. റബ്ബ് കാക്കുമാറാകട്ടെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഭയന്ന് കരയാൻ കഴിയുക. എന്തിനൊക്കെ ആലോചിച്ച് നമ്മൾ ടെൻഷൻ അടിച്ചു, എത്ര തവണ നമ്മൾ നെടുവേർപ്പെട്ടു. ഏതെങ്കിലും ഒരു സമയത്ത് നരകത്തിൻ്റെ യാതനകൾ ആലോചിച്ചുകൊണ്ട്, കബറിലെ ഭീകരതകൾ ആലോചിച്ചുകൊണ്ട് ഒരു പള്ളിയുടെ മൂലക്കിരുന്നൊന്ന് നെടുവീർപ്പിട്ടൊന്ന് കൺതടം നിറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നാളെ സ്വർഗത്തിലാണ് എന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർക്ക് കഴിയുമെന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തെ ഒന്നുകൂടെ ഗൗരവത്തിൽ നമ്മൾ കാണുക. നമ്മൾ കേൾക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഒരു തിന്മയും നിസ്സാരമല്ല. ഏത് തിന്മയാണ് നമ്മളെ കൊടിഞ്ഞ നരകത്തിലേക്ക് എത്തിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഏത് നന്മയാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ദീനിനെക്കുറിച്ച് കേട്ടുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. വെറും കളിക്കും വിനോദത്തിനും ആസ്വാദനത്തിനും ആർഭാടത്തിനും വേണ്ടി വന്നവരല്ല നമ്മൾ. നമ്മളെന്ന സൃഷ്ടിക്ക് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. റഹ്മാനായ റബ്ബ് സ്വർഗവും നരകവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നിലേക്കായിരിക്കും നമുക്ക് പോകേണ്ടി വരിക. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സ്വർഗം വേണോ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ മനസ്സിലാക്കി. നരകത്തിൽ രക്ഷപ്പെടണോ, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ പഠിപ്പിച്ചു. അതെല്ലാം കൃത്യമായി കൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യഥാർത്ഥ വിജയമെന്ന് പറയുന്നത് ദുനിയാവിലെ ഏതെങ്കിലും ഇത്തിരി പോകുന്ന ഒരു ഗവൺമെൻറ് ജോബിലെ റാങ്ക് ലിസ്റ്റിൽ വന്നെന്ന തിളക്കത്തെക്കുറിച്ചല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സാമ്രാജ്യത്തെ നട്ടു വളർത്തി ഉഷാറാക്കി ഡെവലപ്പ് ചെയ്തു അതിൻ്റെ പിന്നിൽ കോടികൾ മിനിറ്റിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചല്ല വിജയമെന്ന് പറഞ്ഞു. റബ്ബ് പറഞ്ഞു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. യഥാർത്ഥ വിജയം കത്തിയാളുന്ന നരകത്തിൽ നാളെ പരലോകത്തെ രക്ഷപ്പെട്ട് സ്വർഗത്തിൻ്റെ ആഡംബരത്തിലേക്ക് പ്രവേശനാനുമതി ലഭിക്കപ്പെട്ട മഹാഭാഗ്യവന്മാരാണെന്ന് പറയുമ്പോൾ, അതാണ് വിജയമെന്ന് പറയുമ്പോൾ, ആ വിജയിച്ച ആളുകളുടെ ലിസ്റ്റിൽ, എല്ലിയീനിൽ പേര് വന്നവരുടെ ലിസ്റ്റിൽ ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടാകണം. അതിനെപ്പറ്റി ഏറ്റവും അമൂല്യമായ സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് ഒരു പരിക്കുകളും ഏൽപ്പിക്കാതെ
ആയുസ്സും ആരോഗ്യം നമുക്ക് നീട്ടിത്തന്ന് ഈ രാവിൻ്റെയും പകലിലൂടെയും നമുക്ക് നടക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. സഹോദര, വിശുദ്ധ റമദാൻ ഇനി വളരെ പരിമിതമായ മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയും, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമ മിൻ റമദാൻ. കബറാളികളോടെങ്ങാനും ചോദിക്കാനുള്ള അവസരം കിട്ടിയെന്ന് കരുതുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് റമദാൻ എന്നൊരു ദിവസമാണ്. ഒരു ദിവസം റമദാൻ ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഖബറിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് അവർ അപ്രകാരം പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലൂടെ നടന്നു പോകുന്ന കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന റമദാനിൻ്റെ രാപ്പകലുകളുടെ ഓരോ മിനിറ്റും സെക്കൻഡും മണിക്കൂറുകളുമൊക്കെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇഹലോകത്തിൽ നാളെ പരലോകത്തിലും രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ കോപ്പുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നന്നായി കൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.